വിജിതമായി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ എ ഡി തോമസ് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. കേരള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, ചെടിയിലുള്ള മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ എ ഡി തോമസ് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് പഠിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ. അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുപരിചിതമാക്കിയത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങി വരികയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധ കരിങ്കൊടി കാട്ടിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലക്കടിച്ച് രക്തം വാർന്നൊലിച്ച് ഇപ്പോഴും അതിൻ്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ എ ഡി തോമസ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് കേരളം കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ മുഴുവൻ നേട്ടങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളുമായി ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗം ഈ ഗവൺമെന്റിന് കീഴിൽ സംതൃപ്തമായിട്ട് കഴിയുന്ന ഒരു ജനവിഭാഗത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരും അധ്യാപകരും കൃത്യമായിട്ട് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അവരൊക്കെ വളരെ സംതൃപ്തമായിട്ടാണ് കഴിയുന്നത് എന്ന് കരുതാം. പക്ഷേ ഈ ഗവൺമെന്റിനെ താഴെയിറക്കുവാനായി ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം എന്താണ്? 5 വർഷം കൂടി അവർക്ക് നടപ്പിലാക്കി കൊണ്ടുവന്ന ശമ്പള പരിഷ്കരണം, കഴിഞ്ഞ തവണ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ കുടിശ്ശിക പോലും തീർത്തു കൊടുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും ജീവിത ചിലവിന്റെ വർധനവനുസരിച്ച് അവർക്ക് ലഭിക്കണമെന്ന DA കൊടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. 4 വർഷവും 11 മാസവും അധികാരത്തിലിരുന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ടുന്ന DA കുടിശ്ശിക കൊടുക്കാതെ അധികാരത്തിൽ ഒഴിയുന്നതിന് 2 ആഴ്ച ബാക്കി നിൽക്കുമ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഏപ്രിൽ 1-ാം തീയതി DA കൊടുത്തു തുടങ്ങുമെന്ന്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു കേസ് വന്നു. കോടതി ചോദിക്കുകയാണ്, എന്ന് DA കൊടുക്കാൻ കഴിയും എന്ന് സർക്കാരിനൊന്നും പറയാൻ കഴിയുമോ എന്നാണ് കോടതി ചോദിച്ചത്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ സംതൃപ്തരായി കഴിയുന്നുവെന്ന് കരുതുന്ന ആളുകൾ പോലും ഈ സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കൃഷിക്കാര്, നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ അല്പമെങ്കിലുമൊക്കെ ഒരു കൃഷി ഉള്ള ഒരു പ്രദേശമാണ് ഈ കേരളവും പാടവും. ആലപ്പുഴയെ സംബന്ധിച്ച് കേരളത്തിന്റെ നെല്ലറയായിട്ടുള്ള കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഈ നെൽകൃഷിക്കാര്, നമ്മുടെ നാട്ടിലെ കർഷകർ ഈ സർക്കാരിനെ വോട്ട് ചെയ്യുമോ?